നമ്മളെല്ലാവരും ഒരു വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കെണി. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ ഫീച്ചറാണെന്ന് തോന്നും, പ്രിയപ്പെട്ട ക്രിയേറ്ററിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മാർഗം. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊരു ഫീച്ചറല്ല, ഇതൊരു സിസ്റ്റമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമല്ല, നമ്മളെ ഉപയോഗിക്കുന്ന സിസ്റ്റം. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടു തീരുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഇല്ലേ, അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കും. വെൽക്കം ടു ദ റിയാലിറ്റി. ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കും. വെറും 89 രൂപയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വെറും 199 രൂപയല്ലേ ഉള്ളൂ, ഒരു കാപ്പി കുടിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിരിയാണി മേടിക്കുന്ന കാശൊക്കെയല്ലേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ക്രിയേറ്ററിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ള തോന്നലും. എല്ലാം നോർമലാണെന്ന് തോന്നും. പക്ഷേ പതുക്കെ നിങ്ങളുടെ സ്വഭാവത്തിന് വലിയ മാറ്റം വന്നു തുടങ്ങും. നിങ്ങൾ കൂടുതൽ തവണ ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ പ്രിയപ്പെട്ട ക്രിയേറ്റർ പുതിയ സ്റ്റോറീസ് ഇട്ടോ, പുതിയ വീഡിയോസ് ഇട്ടോ, പുതിയ റീൽസ് ഇട്ടോ, പുതിയ എക്സ്ക്ലൂസീവ് കണ്ടൻറ് ഇട്ടോ നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ അടുത്ത് ഫോൺ ഇല്ലേ പോലും നിങ്ങളുടെ ചിന്ത മൊത്തം ഇതായിരിക്കും. നിങ്ങളുടെ സ്വഭാവത്തിൽ വന്ന ഈ മാറ്റവും നിങ്ങൾ തിരിച്ചറിയത്തുമില്ല. ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് വെറും ഒരു കണ്ടൻ്റ് അല്ല വിൽക്കുന്നത്, അവർ നിങ്ങൾക്ക് വിൽക്കുന്നത് ഫീലിംഗ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ബാർജ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തും. നിങ്ങളെന്തോ വളരെ സ്പെഷ്യലാണെന്നും നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റർമാരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നിങ്ങളുടെ തലച്ചോറിൽ ഡെവലപ്പ് ആവും. ഇത് നിങ്ങളുടെ തലച്ചോറിൽ ഡെവലപ്പായി എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയാലും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെക്കൊണ്ട് ഒരിക്കലും അത് സമ്മതിപ്പിക്കില്ല. കാരണം ആ ക്രിയേറ്ററുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം മുറിച്ച് കളയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഇനി ഇതിൻ്റെ മറ്റൊരു വശം, ഇന്ന് ഈ ഫീച്ചർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. കാരണം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. മോർ അറ്റൻഷൻ മോർ മണി. പല ക്രിയേറ്റേഴ്സും ഒരു ഇൻഡയറക്റ്റ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ കണ്ടൻറ്റുകൾ ഫ്രീ ആയി നൽകി, പക്ഷേ കുറച്ചും കൂടെ പേഴ്സണൽ ആയതോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയതോ കണ്ടൻറ്റുകൾ ലോക്ക് ചെയ്യും. റിയൽ ഫാൻ ഒള്ളി, പ്രൈവറ്റ് ആക്സസ് എന്നിങ്ങനെ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ക്യൂരിയോസിറ്റിയെ അവർ ചൂഷണം ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാം പോളിസി അനുസരിച്ച് നഗ്നത നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഈ ഗ്രേ ഏരിയ അല്ലെങ്കിൽ സജസ്റ്റീവ് കണ്ടൻറ്റ് വഴി ലക്ഷങ്ങളാണ് ഇവർ ഓരോ മാസവും സമ്പാദിക്കുന്നത്. നമുക്ക് കണക്കുകൾ നോക്കാം. നിങ്ങളൊരു ക്രിയേറ്ററിന് 99 രൂപ കൊടുക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നു ഇത് ചെറിയൊരു തുകയല്ലേ. പക്ഷേ നിങ്ങൾ ഇതുപോലൊരു 10 പേരെ സബ്സ്ക്രൈബ് ചെയ്താൽ മാസം 1000 രൂപ, വർഷം 12,000 രൂപ. ക്രിയേറ്ററുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വെറും 1000 ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും മാസവരുമാനം ലക്ഷങ്ങളായിരിക്കും. ഇതൊരു ബിസിനസ് ലൂപ്പാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം നിങ്ങൾക്ക് അതേ ക്രിയേറ്ററിനെ വീണ്ടും പുഷ് ചെയ്ത് തരുന്നു, നിങ്ങളുടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇത് കണ്ടൻറ് ലൂപ്പല്ല, ഇതൊരു ബിഹേവിയർ ലൂപ്പാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതിലൂടെ ക്രിയേറ്റേഴ്സിന് ഒരുപാട് കാശ് കിട്ടും എന്നാണല്ലോ. പക്ഷേ ഇതിനൊരു മറുവശം കൂടെ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ പണം കൊടുക്കുന്നതിലൂടെ നമ്മുടെ ആ ഫേവറേറ്റ് ക്രിയേറ്റർ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് പേഴ്സൺ അല്ലാതാവുകയാണ് ചെയ്യുന്നത്. അവർ ശരിക്കും നിങ്ങളുടെ ഒരു പ്രോഡക്റ്റായി മാറുന്നു. ഞാൻ പൈസ തന്നതല്ലേ, എനിക്ക് കൂടുതൽ കാണിച്ചു തരൂ, എന്തുകൊണ്ട് മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എന്നുള്ള ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ വരും. ഇങ്ങനെയുള്ള ഡിമാൻഡുകൾ ആ പെൺകുട്ടികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് ആക്കുകയും പഠനങ്ങൾ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ മോഡലിൽ വർക്ക് ചെയ്യുന്ന 60% ക്രിയേറ്റർമാർക്കും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടെന്നാണ്. ഒരിക്കൽ പണം വാങ്ങിയാൽ അവർക്ക് ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഓരോ മാസവും സബ്സ്ക്രൈബേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൂടുതൽ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകൾ അവർക്ക് വീണ്ടും ചെയ്യേണ്ടതായി വരുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവർക്ക് പണം കൊടുത്ത് കണ്ടൻറ്റ് വാങ്ങുകയല്ല ചെയ്യുന്നത്, പകരം നിങ്ങളുടെ അറ്റൻഷനും നിങ്ങളുടെ നിയന്ത്രണവും നീ അവർക്ക് പണയം വെക്കുകയാണ് ചെയ്യുന്നത്. ക്രിയേറ്റർ പണം ഉണ്ടാക്കുന്നു, ഇൻസ്റ്റഗ്രാം വളരുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒരു നിമിഷത്തെ താൽക്കാലിക സന്തോഷത്തിന് പകരം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ചിന്താശക്തിയുമാണ്. ഇപ്പോൾ നിങ്ങൾ സത്യസന്ധമായി ചിന്തിച്ച് നോക്ക്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരമാണോ, അതോ ഈ സിസ്റ്റം നിങ്ങളെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണോ? തീരുമാനം നിങ്ങളുടേതാണ്. ഈ ലൂപ്പിൽ തുടരണോ അതോ പുറത്ത് കടക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഇത് തടയുന്നില്ല? അവിടെയാണ് ഇതിലെ ഏറ്റവും വലിയ തന്ത്രം. ഇൻസ്റ്റഗ്രാം പോളിസി എന്താ പറയുന്നറിയാവോ? ന്യൂഡിറ്റി ഈസ് നോട്ട് അലൗഡ് എന്നാണ്. എന്നാൽ സജസ്റ്റീവ് കണ്ടൻറ്റുകൾ, അതായത് സൂചന നൽകുന്ന കണ്ടൻറ്റുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു വലിയൊരു ബിസിനസ് ഗ്യാപ്പാണ്. കണ്ടൻറ്റ് പൂർണ്ണമായും സെക്ഷുവാലിറ്റി വേണമെന്നില്ല, അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഡിലീറ്റ് ആവില്ല. എന്നാൽ സെക്ഷുവാലിറ്റി ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും.
എന്നാൽ അത് നോർമലല്ല. അതുകൊണ്ട് തന്നെ ആളുകൾ പണം കൊടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നു. ഈ ഗ്രേ ഏരിയ ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം കോടിക്കണക്കിന് രൂപ കമ്മീഷനായി ഉണ്ടാക്കുന്നു. സത്യത്തിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു സെൻസർഷിപ്പ് ബോർഡല്ല, അവർക്കൊരു ബിസിനസ് പ്ലാറ്റ്ഫോമാണിത്. ലാഭം കിട്ടുന്നിടത്തോളം കാലം അവർ ഈ ലൂപ്പ് ക്ലോസ് ചെയ്യത്തേയില്ല. പണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യപ്പെടുന്ന എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകൾ ഒരിക്കലും അവിടെ മാത്രം നിൽക്കുന്നതല്ല. സ്ക്രീൻ റെക്കോർഡുകളും സ്ക്രീൻഷോട്ടുകളും വഴി അത് ഇൻ്റർനെറ്റിൻ്റെ മറ്റ് ഡാർക്ക് സൈറ്റുകളിലേക്കും എത്തുന്നു. ഇന്ന് കുറച്ച് പണത്തിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങൾ ആ പെൺകുട്ടികളുടെ ഭാവിയിലെ കരിയറിനും പേഴ്സണൽ ലൈഫിനെയും ബാധിക്കുന്നു. ദ ഇൻ്റർനെറ്റ് നെവർ ഫോർഗെറ്റ്. ഇൻ്റർനെറ്റ് ഒന്നും മറക്കില്ല. ഒരു നിമിഷത്തെ വരുമാനത്തിന് വേണ്ടി വലിയൊരു വിലയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വെറും പേടിപ്പിക്കാൻ പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ചില യഥാർത്ഥ സംഭവങ്ങൾ പറയട്ടെ. കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് നടന്ന ചില കേസുകൾ നോക്കാം. സബ്സ്ക്രിപ്ഷനിലൂടെയും പ്രൈവറ്റ് ഗ്രൂപ്പിലൂടെയും കണ്ടൻറ്റ് ഷെയർ ചെയ്തിരുന്ന പല ക്രിയേറ്റേഴ്സിൻ്റെയും വീഡിയോ അവരുടെ അനുവാദമില്ലാതെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അശ്ലീല സൈറ്റുകളായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞത് ഇങ്ങനെ: സപ്പോർട്ട് ചെയ്യും എന്ന് കരുതി കൂടെ നിന്നവർ തന്നെ തൻ്റെ പ്രൈവറ്റ് കണ്ടൻറ്റുകൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു എന്നാണ് അവർ പറയുന്നത്. ഇത് ആ വ്യക്തിയുടെ മാനസിക നില തകർക്കുകയും സോഷ്യൽ മീഡിയയിൽ നിന്ന് വർഷങ്ങളോളം അവർക്ക് മാറി നിൽക്കേണ്ടായി വന്നിട്ടുണ്ട്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള ചില കേസുകൾ നോക്കാം. സബ്സ്ക്രിപ്ഷൻ വഴി പണം നൽകിയ ഫാൻസ് പിന്നീട് ക്രിയേറ്ററിനെ നേരിട്ട് ട്രാക്ക് ചെയ്യാനും ശല്യം ചെയ്യാനും ശ്രമിച്ചിരുന്നു. അവർ പണം നൽകിയത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ മേലിൽ അവകാശമുണ്ടെന്ന് തെറ്റായ ചിന്താഗതി പലരെയും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നു. ഓർക്കുക, ഡിജിറ്റൽ ലോകത്തൊന്നും സുരക്ഷിതമല്ല. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും ഓരോ കണ്ടൻറ്റും നിങ്ങളെ ഒരു ടാർഗറ്റാക്കി മാറ്റിയേക്കാം.